ഇപ്പോൾ സോണിയ തിലകൻ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായി പ്രതികരിച്ച തിലകന്റെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദിലീപിനൊപ്പമുണ്ട്. ദിലീപ്, ഇപ്പോൾ ഇങ്ങനെയൊരു സംഘടന പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം, എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം, ശ്രീമതി സോണിയ തിലകൻ എന്നെ കേൾക്കാമോ? കേൾക്കാം. ഈ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചുകൊണ്ടുള്ള വലിയ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത് സോണിയ? തീർച്ചയായിട്ടും കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയാം നമുക്ക്. കാരണം ഒരു 10-15 വർഷം മുമ്പ് തുടങ്ങിയ അടിച്ചമർത്തലുകളുടെ എത്ര സത്യത്തെ മൂടി വെച്ചാലും അത് ആ മറനീക്കി പുറത്തു വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇപ്പോൾ പോലും ഈ ഒരു അതിജീവിതയുടെ പേരിലാണല്ലോ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അതും പൂഴ്ത്തി അവർ അതിനും മുകളിൽ ഒരു പവർ സ്വാധീനമുള്ളവരാണെന്ന് ഓരോ നിമിഷവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പൊതുജന രോഷവും അവരൊന്നും പ്രതികരിക്കാതെ ഉള്ളിൽ എത്ര വിങ്ങലോടെ ആയിരിക്കും ഓരോ നിമിഷവും ഈ കഴിഞ്ഞ 4 ദിവസം കടന്നുപോയത്. ഇത്രയുമായിട്ടും ആ നീതി വീണ്ടും അകന്നു പോവുകയാണോ? പക്ഷേ ഇവിടെ കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് സംഘടിച്ചപ്പോഴത്തേക്കും സ്ത്രീപക്ഷം എന്നൊക്കെ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങിയപ്പോഴും ഇതിലെ പ്രധാന നടിമാരൊന്നുമല്ല. 4 സൈഡിൽ നിന്നും ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് അച്ഛൻ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എല്ലാവരും പറഞ്ഞു പുതിയ നടിമാരെന്നല്ല, ഇവരെയൊക്കെ ആർക്കറിയാമെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആ സൈബർ അറ്റാക്ക് നടന്നു. എന്നിട്ട് പോലും പിന്മാറാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 4 സൈഡിൽ നിന്നും പരാതികൾ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ ബ്രഹ്മനും സാധിച്ചില്ല. അതായത് പെണ്ണൊരുമ്പിട്ടാൽ ബ്രഹ്മനും തടുക്കാനാകില്ല എന്ന് പറയുന്നത് അനർത്ഥമാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമായിരുന്നു ഇന്ന് നടന്നത്. രാജിവെച്ചതിൽ വളരെയധികം സന്തോഷം. അതെ, അതായത് അമ്മയ്ക്കും പെങ്ങന്മാർക്കും, ഈ സംഘടനയിലെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒരു ക്രൈസിസ് വന്നപ്പോൾ അതിൻ്റെ കാരണവന്മാർ ഒളിച്ചോടി അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനോ അതിനെ അംഗങ്ങളെ അഭിമുഖീകരിക്കാനോ അവരെ എതിർത്ത് പറയാനോ ഈ പവർ ഗ്രൂപ്പിൻ്റെ അവരെ എതിർത്ത് പറയാനോ പറ്റാത്തത് കൊണ്ടല്ലേ ഇത്രയും നാൾ ഒളിച്ചിരുന്നത്. പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുകയാണ് എവിടെ. അപ്പോൾ ഇവരൊക്കെയാണ് സിനിമയിൽ ഹീറോയിസം കാണിക്കുന്നതും പെങ്ങളെ തൊട്ടവനെ വെട്ടിക്കൊല്ലുന്നതും അമ്മയെ തൊട്ടവനെ തെറി വിളിക്കുന്നതും. ഇനി അവരങ്ങനെ വിളിക്കുമ്പം ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ എന്താണെന്നറിയോ, ഈ അമ്മയിലെ സംഘടനയിലെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കാതെ കുറ്റാരോപിതനെ സംരക്ഷിക്കാൻ വ്യഗ്രത കാട്ടിയ ഹീറോ, അയ്യോ ഇയാൾ അതല്ലേ ഇയാൾ എന്നല്ലേ മനസ്സിലെങ്കിലും തോന്നുക. അതിനപ്പുറം ഇവർക്ക് എന്താണ് വേണ്ടത്? ഇവർ രാജിവെച്ചത് കൊണ്ട് ഈ അഴുക്ക് ഇവരുടെ ദേഹത്തുനിന്ന് പോകുമോ? ഈ കറ ഇവർക്ക് കഴുകി കളയാൻ പറ്റുമോ? ഇനിയും തീർന്നിട്ടില്ല. ഇനിയും നമ്മൾക്ക് വരുന്നു. 3-4 ദിവസം കൂടി കഴിയട്ടെ. സോണിയ, ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട താരങ്ങളടക്കം എന്താ പറയാ ആർജവം, ഇപ്പോൾ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയംപിള്ള രാജു അടക്കമുള്ളവർക്കെതിരെ പരാതി പോലീസിൽ ചെന്നിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ആ ദിവസം കൂടിയാണ് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി വാർത്ത വരുന്നത്. സോണിയ, ചോദ്യം വ്യക്തമായില്ല. അതായത് നേരത്തെ പുറത്ത് വെളിപ്പെടുത്തലുകൾ നടത്തിയവർ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് പരാതി തന്നെ നൽകിയിരിക്കുന്നു, പോലീസിൽ പരാതി തന്നെ നൽകിയിരിക്കുകയാണ്. അതിപ്പോൾ മുകേഷിനും ജയസൂര്യയ്ക്കും ഇടവേള ബാബുവിനും മണിയംപിള്ള രാജുവിനും ഒക്കെ എതിരെയുള്ള പരാതികളാണ്. അതെ, ഈ ഇത്രയുമൊക്കെ റിപ്പോർട്ട് വന്നിട്ടും വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളൊരു ഇതിൽ ഈ പരാതി കൊടുക്കട്ടെ. അപ്പോൾ ഈ രഹസ്യമൊഴി കൊടുത്ത സ്ത്രീകൾ പുറത്തു വരില്ല, പരാതി കൊടുക്കില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം കൊണ്ടാണ് വീണ്ടും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കി ഇതൊന്നും രാജി ചെയ്യാതെ അല്ലെങ്കിൽ രാജി വെക്കാതെ അല്ലെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാതെ. പക്ഷേ ഇപ്പം നിൽക്കക്കള്ളി ഇല്ലാതായത് ഈ സ്ത്രീകളെല്ലാം തന്നെ പരാതികളുമായി മുന്നോട്ട് വന്നു. ഇനിയിപ്പോൾ വരുന്ന ഈ സംഘടനയിൽ തന്നെ വരുന്നവരായിരിക്കുമല്ലോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പോഴും ഇവർക്കൊക്കെ ഒളിച്ചിരിക്കാം ഇനിയും. ശരി, വളരെ നന്ദി സോണിയ തിലകൻ. ഈ ഘട്ടത്തിൽ ഏതായാലും കാലത്തിന്റെ കാവ്യനീതി എന്ന പ്രതികരണമാണ് ആദ്യം സോണിയ നടത്തിയത്. സോണിയുടെ അച്ഛന് അനുഭവിക്കേണ്ടി വന്ന വിലക്ക്, അതിൻ്റെ കൂടി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന പ്രതികരണം അവരിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ